നമസ്കാരം. എല്ലാവർക്കും ശ്രീവത്സം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ഹനുമാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാനാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും ഹനുമാനെ പറ്റി അറിയാം. ഹനുമാൻ അഞ്ജനാദേവിയുടെ മകനാണെന്നും ആഞ്ജനേയൻ എന്നാണ് നമ്മൾ വിളിക്കുന്നതെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം അല്ലേ. എന്നാലും എങ്ങനെയാണ് ഈ അഞ്ജന എന്ന ഒരു കുരങ്ങത്തി ആയ ആ ഒരു പെൺകുരങ്ങിൽ ഹനുമാൻ സ്വാമി ജനിക്കാൻ ഇടയായത് എന്ന് നോക്കാം. ദേവന്മാരുടെ എല്ലാം ഗുരുവായ ബൃഹസ്പതി, നമുക്കൊക്കെ അറിയാം ദേവന്മാരുടെ ഗുരു ബൃഹസ്പതിയാണെന്നും അങ്ങനെയുള്ള അതുപോലെ തന്നെ അസുരന്മാരുടെ ഗുരു ശുക്രാചാര്യൻ. അപ്പോൾ ദേവന്മാരുടെ ഗുരുവായിട്ടുള്ള ഈ ബൃഹസ്പതിയുടെ ആശ്രമത്തിൽ പുഞ്ചികസ്ഥല എന്നു പേരുള്ള ഒരു ആശ്രമവാസി ഉണ്ടായിരുന്നു. അവിടെ സഹായിക്കാനൊക്കെ ആയിട്ട് നിന്ന് വളരെ ഭക്തിയോടുകൂടി നിന്ന, വളരെ ശുദ്ധമായ മനസ്സോടുകൂടി നിൽക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അവർ ഒരു ദിവസം ഇങ്ങനെ പുഴയിൽ വെള്ളമെടുക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ചില യുവമിഥുനങ്ങൾ ചില പ്രണയ രംഗങ്ങൾ ചെയ്യുന്നത് കാണാനിടയാകുകയും ആ ഒരു പ്രണയചേഷ്ടകളിൽ മനുഷ്യസഹജമായിട്ടുള്ള മനസ്സിൻ്റെ ഒരു ചാഞ്ചല്യം അനുഭവപ്പെട്ട പുഞ്ചികസ്ഥല തിരിച്ച് ഈ ആശ്രമത്തിലെത്താനിടയായി. പക്ഷേ ആശ്രമത്തിൽ വരുമ്പോൾ അവിടെ ബൃഹസ്പതി ധ്യാന നിരതനായിട്ടിരിക്കുന്ന ബൃഹസ്പതിയെയാണ് കാണാൻ ഇടയാകുന്നത്. അങ്ങനെയുള്ള ആ ബൃഹസ്പതിയെ സ്ഥലകാലബോധമില്ലാതെ മനസ്സിൽ നിയന്ത്രണമില്ലാതെ മൃഗങ്ങൾ കാട്ടിക്കൂട്ടുന്നത് പോലെ ആലോചനാരഹിതമായൊരു പ്രവൃത്തി പുഞ്ചികസ്ഥലയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അതായത് ധ്യാനനിരതനായിരിക്കുന്ന ബൃഹസ്പതിയെ ഓടി വന്ന് ആലിംഗനം ചെയ്തു ഈ പുഞ്ചികസ്ഥല. അപ്പോൾ ഈ ബൃഹസ്പതിക്ക് പെട്ടെന്ന് ദേഷ്യം ഒരു കണ്ണു തുറന്നു നോക്കി. ആരാണ് തൻ്റെ ഈ ധ്യാനത്തിന് തടസ്സം വരുത്തിയത് എന്ന് കണ്ണു തുറന്നു നോക്കാനിടയായി. അങ്ങനെ നോക്കുമ്പോൾ ഈ ആശ്രമത്തിലെ അന്തേവാസിയായിട്ടുള്ള പുഞ്ചികസ്ഥല എന്ന് പറയുന്ന വളരെ പരിശുദ്ധമായ മനസ്സോടുകൂടിയാണ് തന്നെ സേവിക്കുന്നത് എന്ന് കരുതിയിരുന്ന ആ സ്ത്രീയിൽ നിന്നാണ് തനിക്ക് ഇങ്ങനെയുള്ളൊരു മോശാനുഭവം ഉണ്ടായതെന്ന് കണ്ട് കോപാക്രാന്തനായിപ്പോയി ബൃഹസ്പതി. പെട്ടെന്ന് പുഞ്ചികസ്ഥലയെ ശപിക്കാനിടയായി. മൃഗങ്ങൾ കാണിക്കുന്നത് പോലുള്ളൊരു ചേഷ്ട, ആലോചനാരഹിതമായൊരു ചേഷ്ടയാണ് നീ കാണിച്ചത്. അതുകൊണ്ട് നീ ഒരു മൃഗമായി ജനിക്കട്ടെ. നിൻ്റെ ഈ സൗന്ദര്യത്തിൽ നിനക്ക് അഹങ്കാരമുണ്ട്, അതെല്ലാം നഷ്ടപ്പെട്ട് നീ ഒരു പെൺകുരങ്ങായി ജനിക്കട്ടെ എന്ന് ശപിക്കും. അങ്ങനെയാണ് പുഞ്ചികസ്ഥല എന്ന സ്ത്രീ ഈ അഞ്ജന എന്ന് പറയുന്ന ഒരു പെൺകുരങ്ങായി ജനിക്കുന്നത്. പിന്നീട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, നമ്മൾ വേറൊരു വെർഷനും കേട്ടിട്ടുണ്ട്. ശിവനും അതുപോലെ പാർവതീദേവിയും കുരങ്ങന്മാരുടെ വേഷം കെട്ടി വനത്തിൽ ജീവിച്ചിരുന്നൊരു കാലത്തുണ്ടായതാണ് ഹനുമാൻ സ്വാമി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായാലും ഈ ശിവനും അതുപോലെ വായു ഭഗവാനും പുഞ്ചികസ്ഥലയുടെ പൂർവാശ്രമത്തിൽ, അതായത് കുരങ്ങ് ആയിട്ട് ജനിക്കുന്നതിന് മുൻപ് തന്നെ ഈ പുഞ്ചികസ്ഥലയുടെ സൗന്ദര്യം വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പുഞ്ചികസ്ഥലയിൽ ശിവനും അതുപോലെ തന്നെ ഈ വായു ഭഗവാനും എത്തിച്ചേരാൻ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ആണ് അഞ്ജനയായി ഈ പുഞ്ചികസ്ഥല ജനിക്കുന്നത്. അപ്പോൾ ഈ അഞ്ജന എന്ന് പറയുന്ന പെൺകുരങ്ങിൻ്റെ ഭർത്താവായിട്ട് കേസരി എന്ന ആൺകുരങ്ങ് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ കേസരിയിൽ ഭഗവാൻ പരമശിവനും അതുപോലെ വായു ഭഗവാനും പ്രവേശിക്കുന്നുവെന്നും അങ്ങനെ ആ കേസരിയിൽ ജനിച്ച കേസരിയുടെ ശരീരത്തിൽ നിന്നും അഞ്ജനയുടെ ഗർഭത്തിൽ ജനിക്കുന്ന കുട്ടിയാണ് പിന്നീട് ആഞ്ജനേയനായി മാറുന്നത്, അല്ലെങ്കിൽ ഹനുമാനായി മാറുന്നത് എന്നാണ് വിശ്വാസം. ഇങ്ങനെയും പറയപ്പെടുന്നു. ഈ ശാപം കിട്ടിയപ്പോൾ പുഞ്ചികസ്ഥല കരഞ്ഞപേക്ഷിച്ച സമയത്ത് ബൃഹസ്പതി പറഞ്ഞത്രേ, നീ ഒരു പെൺകുരങ്ങായി ജനിച്ചൊരു കുട്ടിക്ക് ജന്മം നൽകിയ ശേഷം നിനക്ക് സ്വർഗത്തിലേക്ക് തന്നെ തിരിച്ചുപോയി ഒരു അപ്സരസായിട്ട് ജീവിക്കാൻ സാധിക്കും എന്ന ഒരു ശവമോക്ഷം കൊടുത്തിരുന്നു. അതുകൊണ്ട് ഈ ഹനുമാനെ പ്രസവിച്ച ഉടനെ തന്നെ പുഞ്ചികസ്ഥല എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഈ അഞ്ജന എന്ന പെൺകുരങ്ങിന് അവിടെ നിന്ന് പോകേണ്ട അവസ്ഥ വന്നു. ശരീരം ഉപേക്ഷിച്ച്, അതായത് മരിച്ച്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മരിക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. പക്ഷേ പുഞ്ചികസ്ഥല എന്ന് പറയുന്ന ഈ അഞ്ജന എന്ന പെൺകുരങ്ങിന് ജനിക്കുന്ന ഈ കുട്ടിക്ക് വിരൂപമായ ഒരു മുഖമാണ് ഉണ്ടായത്. അപ്പോൾ ഈ രൂപം കണ്ടപ്പോൾ അഞ്ജന എന്ന കുരങ്ങിന് വളരെ വിഷമം തോന്നുകയും വലിയ ഒരു പാറക്കെട്ടിന് മുകളിൽ നിന്ന് ഈ കുട്ടിയെ താഴേക്ക് ഇടുകയും ചെയ്യുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ ആ പാറ തന്നെ പിളർന്നു പോയി എന്നാണ് പറയുന്നത്. ഹനുമാൻ്റെ ശക്തി കൊണ്ട്, അത്ര ശക്തിമാനായിരുന്നു ഹനുമാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഹനുമാൻ
ഈ അഞ്ജന എന്ന പെൺകുരങ്ങനോട് ചോദിക്കുന്നുണ്ടത്രേ, എൻ്റെ അമ്മയല്ലേ, എന്നിട്ട് എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്, എന്നെ ആരാണ് വളർത്തുക എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പുഞ്ചികസ്ഥലം ഉണ്ടായ സംഭവങ്ങളെല്ലാം ഹനുമാനോട് പറയുകയാണ്. ഞാൻ ഇങ്ങനെ എൻ്റെ തെറ്റുകൾ കൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്, പക്ഷേ എനിക്കിനി പോകാതിരിക്കാൻ പറ്റില്ല, ശാപമോക്ഷത്തിൻ്റെ സമയമായിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് നിന്നെ വളർത്താൻ പറ്റില്ല. അപ്പോൾ എന്നെ ആര് പഠിപ്പിക്കും? ഒരമ്മയാണല്ലോ ആദ്യത്തെ അധ്യാപിക എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ. അപ്പോൾ എന്നെ ആര് പഠിപ്പിക്കും? എനിക്ക് ആര് വിദ്യാഭ്യാസം നൽകും? ആരാണ് ഈ ലോകത്തിലെ തെറ്റും ശരിയുമൊക്കെ പറഞ്ഞു തരിക? ആരാണ് എനിക്ക് ഭക്ഷണം തരിക എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ അഞ്ജനാദേവി പറയുകയാണ്, ഈശ്വരനാണ് നിനക്ക് വാകേറിയിട്ടുള്ളതെങ്കിൽ ആ ഈശ്വരൻ തന്നെ നിനക്ക് ഭക്ഷണം തരുന്നതിനും മാർഗം കണ്ടെത്തിക്കൊള്ളും, എന്തായാലും എനിക്ക് പോയേ പറ്റുകയുള്ളൂ എന്ന് പറയുകയാണ്. പിന്നെ ഇത് കേട്ടപ്പോൾ ഹനുമാൻ വളരെ സങ്കടവും ദേഷ്യവും ഒക്കെ തോന്നിയെങ്കിലും ഹനുമാൻ ഉടനെ പറയുകയാണ്, ശരി, അമ്മയുടെ തെറ്റുകൾ മൂലമാണ് ഞാൻ ജനിച്ചത്, ഞാൻ ആഗ്രഹിച്ചിട്ടല്ലല്ലോ അമ്മയുടെ വയറ്റിൽ ജനിച്ചത്. ഉടനെ അമ്മ പറയുകയാണ്, ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല നിന്നെപ്പോലൊരു കുട്ടി എൻ്റെ വയറ്റിൽ ജനിക്കണം എന്ന്, അതുകൊണ്ട് എനിക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറയുക. അപ്പോൾ ഈ സമയത്ത് ഹനുമാൻ പറയുന്ന ഒരു വാചകം നമ്മളെ എല്ലാം ചിന്തിപ്പിക്കുന്നതാണ്. അതായത്, അമ്മേ, നിൻ്റെ തെറ്റുകൊണ്ട് ഞാൻ ജനിച്ചു, പക്ഷേ നീ വികാരങ്ങൾക്ക് അടിമയായി പോയത് കൊണ്ടാണ് ശാപം കിട്ടാനിടയായതും ഞാൻ ജനിക്കാനിടയായതും. പക്ഷേ ഇന്നു മുതൽ ഞാനൊരു ഒരു ശപഥം ചെയ്യുകയാണ്, ഞാൻ ഒരിക്കലും ഒരു സ്ത്രീയെയും ഞാൻ വികാരവായ്പോടെ കാണുകയില്ല, എല്ലാവരെയും ഞാൻ അമ്മമാരായി മാത്രമേ കാണുകയുള്ളൂ. അതുപോലെ തന്നെ പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങൾക്കും, പുഴുവാവട്ടെ, ഷഡ്പദങ്ങളാകട്ടെ, പക്ഷികളാകട്ടെ, മൃഗങ്ങളാകട്ടെ, വൃക്ഷങ്ങളാകട്ടെ, നദിയാകട്ടെ, എന്തിനേയും, പ്രകൃതിയിലുള്ള എന്തിനേയും ഞാൻ വളരെ സ്നേഹവായ്പോടെ തന്നെ കാണും. എൻ്റെ സംരക്ഷണം ആരാവശ്യപ്പെട്ടാലും അവരെയെല്ലാം ഞാൻ സംരക്ഷിക്കുക തന്നെ ചെയ്യും. എൻ്റെ ഈ ബ്രഹ്മചര്യം ആണ് എൻ്റെ ശക്തിയായി തീരാൻ പോകുന്നത് എന്ന് ഞാൻ ഉറച്ച തീരുമാനമെടുക്കുന്നു. അമ്മയുടെ ഏത് വികാരമാണോ ഞാൻ ഉണ്ടാകാൻ കാരണം, അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള കഠിനമായിട്ടുള്ള ബ്രഹ്മചര്യം ഞാൻ അനുഷ്ഠിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ ഈ സമയത്ത് അമ്മയ്ക്ക് സന്തോഷമാവുകയും, മകനെ, നീ ഇത്രയും വലിയ തെറ്റ് ചെയ്ത് എന്നോട് ദേഷ്യം കാണിച്ചില്ലല്ലോ, എന്ന് മാത്രമല്ല നീ ഒരു വലിയ പാഠം എനിക്ക് പറഞ്ഞു തരികയും ചെയ്തിരിക്കുന്നു. നീ പ്രകൃതിയിലേക്ക് നോക്കുക, നിന്നെ ആരാണ് പഠിപ്പിക്കുന്നത് എന്ന് നീ ചോദിച്ചില്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ അധ്യാപകനാണ് സൂര്യൻ. സൂര്യനില്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും ജീവിക്കാനാവില്ല. എത്ര ശക്തിമാനാണെങ്കിലും സൂര്യനില്ലെങ്കിൽ ജീവിക്കാനാവില്ല. അതുകൊണ്ട് ആ സൂര്യൻ്റെ അടുത്ത് നിന്ന് നിനക്ക് വേണ്ടിയിട്ടുള്ള അറിവുകൾ നീ നേടിക്കൊള്ളുക എന്ന് പറയും. അങ്ങനെയാണത്രേ സൂര്യഭഗവാൻ ആ 7 കുതിരകളെ പൂട്ടിയ തേരിൽ ഇരുന്നു കൊണ്ട് ഹനുമാന് നമ്മുടെ സനകാദി മുനികളായിട്ടുള്ളവർക്കും അതുപോലെ തന്നെ മറ്റനേകം ആളുകൾക്കും ഈ ഹനുമാനും ഒപ്പം വിദ്യാഭ്യാസം നൽകുന്നതായിട്ടാണ് നമ്മുടെ സങ്കല്പം. അങ്ങനെ ഹനുമാൻ സ്വാമി വളരെ സ്പീഡിൽ പുറകോട്ട് സഞ്ചരിച്ചുകൊണ്ടാണ് സൂര്യഭഗവാൻ മുന്നോട്ട് തേരോടിച്ചുകൊണ്ട് വരുമ്പോൾ, അരുണനാണല്ലോ സൂര്യൻ്റെ തേരാളി, ആ അരുണൻ സൂര്യഭഗവാന്റെ തേരോടിച്ചുകൊണ്ട് വളരെ 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 വേഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനനുസരിച്ച് പുറകോട്ട് സഞ്ചരിച്ചാണ് ഹനുമാൻ പോകുന്നത്. അങ്ങനെ ആ ഹനുമാൻ സൂര്യഭഗവാനിൽ നിന്നാണ് പിന്നീട് വേദങ്ങളും മറ്റ് വിദ്യാഭ്യാസവും എല്ലാം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഹനുമാൻ സ്വാമിയെയും കൂടിയാണ് ഇൻഡയറക്റ്റായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഹനുമാൻ സ്വാമിയുടെ കൂടി അനുഗ്രഹം കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ഇന്നത്തെ കാലത്ത് നമ്മൾ അമ്മമാരെ കൊല്ലുന്ന മക്കളെ കാണുന്നു, അച്ഛന്മാരെ കൊല്ലുന്ന മക്കളെ കാണുന്നു, അല്ലേ? അതേസമയം വലിയൊരു തെറ്റ് ചെയ്തിട്ട് ഒരു തെറ്റും ചെയ്യാത്ത നിഷ്കളങ്കരായ ഒരു കുഞ്ഞിനെ ഉപേക്ഷിച്ച് അനാഥനാക്കിയിട്ട് പോയ ആ അമ്മയോട് ദേഷ്യമല്ല, പകരം വളരെ സ്നേഹത്തോടെ പെരുമാറുകയും ലോകത്തിന് തന്നെ മാതൃകയാകുകയും ചെയ്തിരിക്കുന്നൊരു പുത്രനാണ് ഹനുമാൻ സ്വാമി എന്നുള്ളത് കാണാം. അപ്പോൾ ഒരു മകൻ ഉണ്ടായിരിക്കേണ്ട ഗുണം എന്താണ് എന്ന് ഹനുമാൻ സ്വാമിയുടെ ഈ ഗുണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഹനുമാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുടെ കേദാരമാണ് ഹനുമാൻ സ്വാമി എന്ന് പറയും. നമുക്ക് ഈ ഏകാദശി ദിനങ്ങളിൽ ഈ ഹനുമാൻ സ്വാമിയുടെ ഈ കഥ ഓർത്തുകൊണ്ട് ഭഗവാൻ വിഷ്ണു ഭഗവാനെ ഭജിക്കാം. ഹരേ കൃഷ്ണ.